അപ്പം ഇപ്പൊ ഈ പെയിന്റിങ്ങിന്റെ കാര്യം ചോദിക്കാൻ മറന്നുപോയി. ഇപ്പൊ അത് ഇപ്പോഴില്ലേ ഇത്? ഇടയ്ക്ക് എവിടെ ഒരു പ്രദർശനം കൊച്ചി നടത്തി. എങ്ങനെയുണ്ടായിരുന്നു അത്? ഒരുപാട് പേര് വന്ന് കണ്ടു, എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു. പിന്നെ എല്ലാവരും എന്നോട് ചോദിച്ചൊരു ചോദ്യം, എവിടുന്നാണ് ഇത്രയും സമയം? സമയത്തെ കുറിച്ചുള്ളൊരു ചിന്ത എങ്ങനെയാ? സമയം നമ്മള് ശരിക്കും പറഞ്ഞാൽ നമുക്ക് 24 മണിക്കൂറുണ്ട്. നമ്മളൊരു 7 മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ ബാക്കി നമുക്ക് 17 മണിക്കൂറുണ്ട്. അതിൽ ഓഫീസ് ജോലി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയമുണ്ട്. സമയം വേസ്റ്റ് ചെയ്യാതെ. സമയം ഇല്ലെന്ന് പറയുന്നവരാണല്ലോ കൂടുതൽ. അത് സമയം അത് അവര് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടും അല്ലെങ്കിൽ ഫോൺ നോക്കിയിരുന്നിട്ടും അല്ലെങ്കിൽ ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ട് അങ്ങനെയൊക്കെയാണ് ഈ സമയമില്ലാത്തത്. അപ്പോൾ ഓരോ മിനിറ്റും നമുക്ക് ഉപകാരപ്രദമായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും സമയമുണ്ട്. ഇത്രയും ക്രിയേറ്റീവായുള്ള ആള് ഒരു വലിയ ബിസിനസ്സുകാരൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്. ജീവിതത്തിൽ റോൾ മോഡലായിട്ട് കാണുന്ന അദ്ദേഹത്തെയാണോ? തീർച്ചയായിട്ടും ബിസിനസ്സിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ തന്നെയാണ് റോൾ മോഡൽ. താങ്ക് യു മോളെ. ഇനിയിപ്പം ട്രെയിനിങ്ങിന് പോകണം അല്ലേ? ചികിത്സ ട്രെയിനിങ്ങിന് പോകണം. അത് തുടങ്ങുമ്പോൾ നമുക്ക് കുറേ ചരിത്രം എഴുതാനുണ്ട് അല്ലേ? മരണക്കിടക്കയെന്നാണ് നമ്മൾ വന്നതെന്നുള്ള അവിടെ പറയണം. നമുക്ക് ചെറിയ ചെറിയ അപകടത്തിൽ നമ്മൾ പേടിക്കത്തില്ല എന്നുള്ളത്. എങ്ങനെയാണ് മോള് ജീവൻ തിരിച്ചു പിടിച്ചത്? എവിടെങ്കിലും എഴുതണം. മോള് എഴുതിയോ? ഇല്ല, എഴുതിയിട്ടില്ല. എഴുതണം ആഗ്രഹമുണ്ട്. കാരണം ഇതിനകത്ത് എനിക്ക് മോള് പറഞ്ഞപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്തറിയോ? ഈ പല ആശുപത്രിക്കാരുടെ ഒരു പ്രശ്നം എന്തറിയോ? ഒരു രോഗി ഒരു മരണത്തിൻ്റെ മുഖത്തേക്ക് യാത്ര ചെയ്ത് തുടങ്ങിയെങ്കിൽ ഏറ്റവും സീനിയറായ വീട്ടിലെ ആളെ ഇനി വിളിക്കും, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ. ഇനി അതിനായിട്ട് സമയം കളയണ്ട. എന്നങ്ങ് വിധി എഴുതുന്ന ഡോക്ടർമാരുടെ എണ്ണം കൂടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. മോളുടെ കാര്യത്തിൽ അങ്ങനെയല്ലേ സംഭവിച്ചത്? അതെ സർ. മോള് തീർന്നു എന്ന് വിചാരിച്ചില്ലേ അവര്? അതെ, തീർന്നു. പിന്നെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങൾക്ക് എത്ര മക്കളുണ്ടെന്ന്. അതും ചോദിച്ചു. ഞാൻ പോയാൽ വേറെ ആളുണ്ടല്ലോ സമാധാനത്തിന് വേണ്ടി. അനിയത്തി കുട്ടി ഇപ്പൊ എവിടെയുണ്ട്? അനിയത്തി ഇവിടെ വന്നിട്ടുണ്ട്. അവള് പഠനമൊക്കെ അല്ലേ? ശരിക്കും അവളെ അവിടെ കൊണ്ട് ഇരുത്തേണ്ടത്. ഒരുപാട് സ്ട്രെയിൻ എടുത്തില്ലേ? അതെ. എനിക്ക് ആക്സിഡന്റ് പറ്റുമ്പോൾ ആള് സൈക്കോളജി ആയിരുന്നു പഠിച്ചോണ്ട്. സൈക്കോളജി സെക്കൻഡ് ഇയർ ആയിരുന്നു. എത്ര വയസ്സിന്റെ പ്രായ വ്യത്യാസമുണ്ട്? ഞങ്ങൾ തമ്മിൽ 4 വയസ്സുണ്ട്. അപ്പൊ എനിക്ക് ആക്സിഡന്റ്. പഠിത്തം നിർത്തിയോ? ഇല്ല, ഇപ്പൊ അല്ലല്ല, ആള് സൈക്കോളജി നിർത്തി. എന്റെ കെയറിന് വേണ്ടി ആള് BSc നഴ്സിംഗ് എടുത്തു. അതെ. ഇപ്പൊ എന്നിട്ട് ഇപ്പം 5 വർഷം കഴിഞ്ഞു. ഇപ്പൊ നേഴ്സായിട്ട് ആള് വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പൊ എനിക്ക് വേണ്ടിയിട്ടാണ് ആള് നേഴ്സ് ആയത്. ആൾക്ക് സൈക്കോളജി കോഴ്സ് കഴിഞ്ഞു. നേഴ്സായി ഇപ്പൊ വർക്ക് ചെയ്യാണ്. അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ സർ. ഈ വേദിയിൽ എവിടെയെങ്കിലും ഉണ്ട് അനഘ ഉത്തര എത്രയും പെട്ടെന്ന് സ്റ്റേജിൽ എത്തണം. മാം, ഇയാളാണ് ഇദ്ദേഹത്തിന് പ്രശ്നമായപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ചെയ്ത ചെറിയ കാര്യമല്ല കേട്ടോ. അപ്പോൾ ഏതവസ്ഥയിലായിരുന്നു സിസ്റ്റർ? അപ്പോൾ ചേച്ചിക്ക് 2016 ആക്സിഡന്റ് പറ്റുന്നത്. അതിനുശേഷം അവള് ഭയങ്കര മെന്റലി വീക്കായിരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ നഴ്സിംഗിലേക്ക് മാറുന്നത്. പിന്നെ ചേച്ചിക്ക് ഒരുപാട് കെയർ ആവശ്യമായിരുന്നു. അവള് കാലിന് നീര് വരിക, പിന്നെ ഒരുപാട് നേരം കിടന്നിട്ടുണ്ടെങ്കിൽ ബെഡ് സോറ്. അപ്പോൾ അന്നൊന്നും എനിക്കതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ നഴ്സിംഗ് പഠിക്കാൻ തുടങ്ങിയായിരുന്നു അതൊക്കെ പഠിച്ചു തുടങ്ങിയത്. അവൾ UPSC പഠിക്കാൻ തുടങ്ങിയവരാണെങ്കിൽ പോലും ഒരുപാട് നേരം ഇരിക്കാൻ പറ്റൂല, കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനുവേണ്ടി നഴ്സിംഗ് എടുത്തു. ഇപ്പൊ നന്നായിട്ട് കെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ. ഭയങ്കര അപ്പോൾ ആ ക്രെഡിറ്റ് ഉണ്ടല്ലോ മോൾക്കൊരു ഒരുപാട് അത് ഇത് ചെയ്യും കാര്യം. മോളത് ചെറിയൊരു സാക്രിഫൈസ് അല്ലത്. ഓക്കെ, അപ്പോൾ മോള് മിടിക്ക്.